മാസ്റ്റർ സീക്കേഴ്സ് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് വീണ്ടും എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഗുരുസമക്ഷം, ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ, ശ്രീയം, എപ്പിസോഡ് 37. രാമകൃഷ്ണ മിഷൻ. ഞാൻ ആജ്മീറിൽ നിന്നും മടങ്ങിയെത്തിയ വർഷം എൻ്റെ പേര് ഫാർമസി കോഴ്സിന് ചേരാനുള്ള വിദ്യാർത്ഥികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായി അറിയാൻ കഴിഞ്ഞു. ഏതെങ്കിലും പ്രയോജനകരമായ തൊഴിൽ ചെയ്യുകയാണെങ്കിൽ എൻ്റെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പ്രകൃതത്തിന് അറുതി വരുത്താൻ കഴിയുമെന്ന് അച്ഛനമ്മമാർ വിചാരിച്ചു. എൻ്റെ വകയിൽ ഒരു സഹോദരൻ്റെ ഭാര്യ വടക്കൻ കേരളത്തിൽ കണ്ണൂരിൽ ഡോക്ടറായിരുന്നു. എനിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഫാർമസി ഡിപ്ലോമ കോഴ്സിന് അഡ്മിഷൻ ശരിപ്പെടുത്തി തരാമെന്ന് അവർ ഏറ്റിരുന്നു. അവർ മുമ്പും ഇന്നും എൻ്റെ നല്ല സുഹൃത്താണ്. ആ നിർദ്ദേശം എനിക്കും സ്വാകാര്യമായിരുന്നു. എൻ്റെ അച്ഛനമ്മമാരും അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. അച്ഛൻ മദ്രാസിൽ ഒരു ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനം തുടങ്ങാൻ പദ്ധതി തയ്യാറാക്കിയായിരുന്നു. ഞാൻ കോഴ്സ് പൂർത്തിയാക്കിയാൽ അത് പ്രയോജനകരമായിരിക്കും എന്ന് അദ്ദേഹം വിചാരിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സായിരുന്നു അത്. എന്തെന്നാൽ ആ കോഴ്സ് പഠിക്കുമ്പോൾ ശരീരഘടനാ ശാസ്ത്രവും അനാട്ടമി, ശരീരശാസ്ത്രവും ഫിസിയോളജി പഠിക്കാനുള്ള അവസരമുണ്ടാകും. ഈ വിഷയങ്ങൾ പഠിക്കുമ്പോൾ ശസ്ത്രക്രിയയെ സംബന്ധിക്കുന്ന അറിവ് കിട്ടുന്നതോടൊപ്പം ആശുപത്രിയിൽ ശവങ്ങൾ തിരിച്ചറിയുന്നതിനു വേണ്ടി സൂക്ഷിക്കുന്ന സ്ഥലത്ത് പോകാനും കഴിയും. പ്രസ്തുത കോഴ്സിന് പഠിക്കാനുള്ള വിഷയങ്ങളിൽ ജൈവരസതന്ത്രവും ഓർഗാനിക് കെമിസ്ട്രി, ഫാർമക്കോളജിയും ഔഷധങ്ങളുടെ ഘടന, ഔഷധ ഗുണങ്ങൾ, പ്രയോഗമുറകൾ, ഫലങ്ങൾ മുതലായവയെപ്പറ്റി പ്രതിപാദിക്കുന്ന ശാസ്ത്രം ഉൾപ്പെടുത്തിയിരുന്നു. ആദ്യത്തെ വർഷം നിർബാധം കടന്നുപോയി. രണ്ടാം വർഷത്തെ രണ്ടാമത്തെ പകുതിയിൽ കൂടെ സംഭവിക്കാറുള്ളതുപോലെ മനസ്സ് അസ്വസ്ഥമാകുകയും സഞ്ചാരത്തിനുള്ള അഭിനിവേശം പ്രബലമാകുകയും ചെയ്തു. ആരും അറിയാതെ സ്ഥലം വിടാൻ തീരുമാനിച്ചു. ആയിടെ ഒരു ദിവസം രാത്രിയിൽ ഞാൻ ഗംഗയുടെ തീരത്ത് ശ്രീരാമകൃഷ്ണ പരമഹംസനോട് ബാബാജി സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതായി സ്വപ്നം കണ്ടു. അതൊരു നിമിത്തമായി പരിഗണിച്ചുകൊണ്ട് ഒരു ദിവസം രാവിലെ ആരെയും അറിയിക്കാതെ കോഴിക്കോട്ട് നിന്നും പോയി. എന്തുകൊണ്ടോ ചെന്നൈയിലെത്തിയ ശേഷം ചില കാരണങ്ങളാൽ ഞാൻ മുംബൈക്കുള്ള ട്രെയിനാണ് കയറിയത്. രാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനമായ കൽക്കത്തയിലേക്ക് പോകുന്നതിന് ആവശ്യത്തിനുള്ള പണം എൻ്റെ പക്കൽ ഇല്ലായിരുന്നു. രാമകൃഷ്ണ മിഷൻ്റെ മനോഹരമായ ഒരു കേന്ദ്രം ബോംബെയിലെ ഗർ എന്ന സ്ഥലത്ത് ഉണ്ടെന്ന് എൻ്റെ ഒരു സഹയാത്രികൻ എന്നോട് പറഞ്ഞു. അയാൾ ഗറിലാണ് താമസിക്കുന്നതെന്നും എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ സ്ഥലത്ത് ഇറക്കിവിടാം എന്നും പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. അങ്ങനെ ഞാൻ ഒരു ദിവസം ഉച്ച സമയത്ത് ഗറിലെ രാമകൃഷ്ണ മിഷനിൽ എത്തി. ബോംബെയിലെ ബഹളത്തിനിടയ്ക്ക് സന്തോഷവും ആശ്വാസവും തരുന്ന ഇടമായിരുന്നു അത്. അവിടെ അത്യാകർഷകമായ ഒരു ദേവാലയമുണ്ടായിരുന്നു. ശ്രീരാമകൃഷ്ണനെയാണ് പ്രസ്തുത ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിരുന്നത്. ഞാൻ ആരാധനാലയത്തിന് മുമ്പിൽ അല്പസമയം ഇരുന്ന് ധ്യാനിച്ചു. എൻ്റെ അഭ്യർത്ഥന സ്വീകരിച്ചുകൊണ്ട് എനിക്ക് സ്വാമി ഹിരൺമയാനന്ദനെ കാണാനുള്ള അനുവാദം തന്നു. സ്വാമി ഹിരൺമയാനന്ദൻ രാമകൃഷ്ണ മിഷൻ കേന്ദ്രത്തിൻ്റെ അധ്യക്ഷനും ഒരു മുതിർന്ന സന്യാസിയുമായിരുന്നു. അദ്ദേഹം മഹാപുരുഷ മഹാരാജിൻ്റെ ശിഷ്യനായിരുന്നു. ശ്രീരാമകൃഷ്ണൻ്റെ നേരിട്ടുള്ള ഒരു ശിഷ്യനായിരുന്നു അദ്ദേഹം. ഞാൻ പറഞ്ഞതൊക്കെ വളരെ ശാന്തതയോടെ കേൾക്കുകയും എന്നെ ഒരു ബ്രഹ്മചാരിയായി സ്വീകരിക്കാൻ തയ്യാറാകുകയും ചെയ്തു. എന്നാൽ പല കാരണങ്ങളാൽ എൻ്റെ അഹിന്ദുനാമം രഹസ്യമാക്കി വയ്ക്കണമെന്ന് പറയുകയുണ്ടായി. എനിക്ക് അദ്ദേഹം ശിവപ്രസാദ് എന്ന നാമം നൽകി. അന്നു മുതൽ 1.5 വർഷക്കാലം ഞാൻ ബ്രഹ്മചാരി ശിവപ്രസാദായിരുന്നു. രാമകൃഷ്ണ മിഷൻ സമാരംഭിച്ചത് പ്രഗത്ഭനായ സ്വാമി വിവേകാനന്ദൻ ആയിരുന്നു. അദ്ദേഹം മാനവസേവയാണ് മാധവസേവ എന്ന തത്വത്തിൽ ദൃഢമായി വിശ്വസിച്ചിരുന്നു. പല ആശ്രമങ്ങളിലും അവിടുത്തെ അന്തേവാസികൾ ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും അല്ലാതെ സാമൂഹ്യ സേവന രംഗത്ത് യാതൊന്നും ചെയ്യുന്നില്ല. ഇതിന് വിപരീതമായി രാമകൃഷ്ണ മിഷനിലെ സന്യാസി വൃന്ദം
സാമൂഹ്യ സേവന രംഗത്ത് കർമ്മനിരതരാണ്. മിഷൻ ആശുപത്രികളും അനാഥാലയങ്ങളും സ്കൂളുകളും കോളേജുകളും നടത്തുന്നത് കൂടാതെ മിഷന്റെ കീഴിലുള്ള പ്രസിദ്ധീകരണ വിഭാഗത്തിൻ്റെ ചുമതലയും സന്യാസിമാർക്കും ബ്രഹ്മചാരികൾക്കുമാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ അവരെ ആലസ്യത്തിൽ നിന്നും അലംഭാവത്തിൽ നിന്നും മുക്തരാക്കുന്നു. ഏതു തരത്തിലുള്ള സേവനമാണ് വിദ്യാസമ്പന്നനായ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് എന്നോട് ആരായുകയുണ്ടായി. ഞാൻ ദേവാലയ ശുദ്ധീകരണത്തിലും ദേവാലയ സംരക്ഷണത്തിലും താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരിൽ നിന്നും അകന്നു കഴിയുന്ന യഥാസ്ഥിതികനായ ബാദുക് മഹാരാജ് എന്ന സന്യാസി പുരോഹിതനോട് ആലോചിച്ചതിനു ശേഷം ആ ജോലിക്ക് എന്നെ നിയോഗിച്ചു. അതിനുശേഷം ആശ്രമത്തിൽ വേറെയും പല ജോലികൾ ചെയ്തു. ദേവാലയത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് മലക്കറിയും പഴങ്ങളും നുറുക്കുക, പൂജാപുഷ്പങ്ങൾ ശേഖരിക്കുക എന്നീ കാര്യങ്ങളും ചെയ്തിരുന്നു. ഒടുവിൽ ശ്രീകോവിൽ ശുചീകരിക്കുന്നതിനും ശ്രീരാമകൃഷ്ണന്റെ മാർബിൾ പ്രതിമ സംരക്ഷിക്കുന്നതിനും ഞാൻ നിയോഗിക്കപ്പെട്ടു. അവിടെ സ്ഥാപിച്ചിരുന്നത് ജീവൻ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന പ്രതിമയായിരുന്നു. ജോലിയൊഴിഞ്ഞ സമയങ്ങളിൽ ഞാൻ പ്രതിഭാധനനായ സ്വാമി ഗൗതമാനന്ദനിൽ നിന്ന് വേദങ്ങൾ ചൊല്ലാനും ഗീതങ്ങൾ ആലപിക്കാനും അഭ്യസിച്ചു. അദ്ദേഹം മഹാനായ സ്വാമി യതീശ്വരാനന്ദന്റെ ശിഷ്യനായിരുന്നു. പിന്നീട് അദ്ദേഹം രാമകൃഷ്ണ മിഷന്റെ മദ്രാസിലെ കേന്ദ്രമായ രാമകൃഷ്ണ മഠത്തിൽ അധ്യക്ഷനായി ചുമതലയേറ്റു. മദ്രാസിലെ മഠം മിഷന്റെ ഏറ്റവും പഴയ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. സ്വാമി വിവേകാനന്ദനും പ്രസ്തുത കേന്ദ്രവുമായി ബന്ധപ്പെട്ടിരുന്നു. ഈ കേന്ദ്രത്തിലെ പ്രഥമാധ്യക്ഷനായ രാമകൃഷ്ണാനന്ദ സ്വാമി ശ്രീരാമകൃഷ്ണന്റെ നേരിട്ടുള്ള ശിഷ്യനായിരുന്നു. മിഷനിൽ കഴിഞ്ഞിരുന്ന 1.5 വർഷക്കാലം എനിക്ക് വളരെയധികം കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. ജീവിതയാത്രയിൽ ആവശ്യം വേണ്ടുന്ന പല സദ്ഗുണങ്ങളും അഭ്യസിച്ചത് അവിടെ കഴിഞ്ഞിരുന്ന കാലത്തായിരുന്നു. കേന്ദ്രത്തിൽ നല്ല ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. ധാരാളം നല്ല ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്ന ആ ലൈബ്രറിയിൽ നിന്നും ശ്രീരാമകൃഷ്ണന്റെയും അദ്ദേഹത്തിൻ്റെ സ്വന്തം ശിഷ്യന്മാരുടെയും ജീവിതത്തെ സംബന്ധിക്കുന്ന സാഹിത്യം മുഴുവൻ ഞാൻ വായിക്കുകയുണ്ടായി. എനിക്ക് ഇഷ്ടപ്പെട്ട ഗ്രന്ഥങ്ങൾ എം രചിച്ച ഗോസ്പെൽ ഓഫ് രാമകൃഷ്ണ, സ്വാമി ശാരദാനന്ദൻ രചിച്ച രാമകൃഷ്ണ ദി ഗ്രേറ്റ് മാസ്റ്റർ, ദ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമി വിവേകാനന്ദ എന്നിവയും ശ്രീ രാമകൃഷ്ണന്റെ സ്വന്തം ശിഷ്യന്മാരുടെ ജീവചരിത്രങ്ങളും ആയിരുന്നു. എനിക്ക് രാമകൃഷ്ണ മിഷനിലെ മാതൃകാ പുരുഷന്മാരായ പല സന്യാസിമാരെയും സന്ദർശിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. രാമകൃഷ്ണ മിഷന്റെ അധ്യക്ഷനും ശാരദാദേവിയുടെ ശിഷ്യനുമായ സ്വാമി വീരേശ്വരാനന്ദ, പ്രശസ്തനായ സ്വാമി രംഗനാഥാനന്ദ എന്നിവർ എടുത്തു പറയേണ്ടവരാണ്. കൽക്കത്തയിൽ സ്ഥാപിക്കപ്പെട്ട രാമകൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ സ്വാമി രംഗനാഥനന്റെ ശ്രമഫലമായി രൂപം കൊണ്ടതാണ്. ആ വർഷം ദുർഗാപൂജ ആഘോഷവേളയിൽ അനേകം മുതിർന്ന സന്യാസിമാരുമായി ആശയവിനിമയം ചെയ്യുന്നതിനുള്ള അവസരം കിട്ടി. ഗർ കേന്ദ്രത്തിൽ അവരിൽ പലരും വന്നിരുന്നു. അവരിൽ പല സന്യാസിമാരും താന്ത്രിക വിദ്യയിൽ പ്രാവീണ്യം നേടിയിരുന്നു. ആധ്യാത്മികമായി ഉന്നത നിലവാരം പുലർത്തിയിരുന്നവർ ആയിരുന്നു അവരിൽ മിക്കവരും. ഞാൻ ഒരു സന്യാസി ആയിത്തീരണമെങ്കിൽ രാമകൃഷ്ണ മഠത്തേക്കാൾ അനുയോജ്യമായ മറ്റൊരിടം ഇല്ലായിരുന്നു. എന്നാൽ ഞാൻ ഒരു ഗൃഹനാഥനാകാൻ വിധിക്കപ്പെട്ടവൻ ആയിരുന്നു. എനിക്ക് വേണ്ടിയുള്ള ബാബാജിയുടെ പദ്ധതി മറ്റൊരു തരത്തിലുള്ളതായിരുന്നു. 1.5 കൊല്ലം കഴിഞ്ഞ് ഞാൻ രാമകൃഷ്ണൻ മിഷനും ഗറും വിട്ടു വീണ്ടും സ്വതന്ത്രമായ സഞ്ചാരം തുടങ്ങി. ശ്രീരാമകൃഷ്ണനെയും സ്വാമി വിവേകാനന്ദനെയും കുറിച്ചുള്ള എല്ലാ പുസ്തകങ്ങളും വായിച്ചു കഴിഞ്ഞപ്പോൾ 2 സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ആഗ്രഹം ജനിച്ചു. ശ്രീരാമകൃഷ്ണൻ തൻ്റെ ജീവിതത്തിലെ അധികം സമയവും ചെലവഴിച്ച ഹൂഗ്ലി നദീതീരത്തുള്ള ദക്ഷിണേശ്വരത്ത് സ്ഥിതി ചെയ്യുന്ന കാളിക്ഷേത്രവും നദിയുടെ മറുകരയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീരാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനവുമാണ് കാണാൻ ആഗ്രഹിച്ചത്. ബാബാജിയിൽ നിന്നും ഏതെങ്കിലും സൂചന കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അതുണ്ടായില്ല. ഞാൻ ബോംബെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കൽക്കത്തയിലേക്കുള്ള ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിനുള്ള പണം കഷ്ടിച്ച് എൻ്റെ പക്കലുണ്ടായിരുന്നു. ഹൗറ സ്റ്റേഷനിൽ നിന്നും ദക്ഷിണേശ്വരം വരെയുള്ള
ദൂരം കാൽനടയായിട്ടാണ് സഞ്ചരിച്ചത്. ഏറെ നാളുകളായി കൃത്യസമയത്ത് നല്ല ഭക്ഷണം ശീലമാക്കിയിരുന്ന ഞാൻ ദക്ഷിണശേരത്ത് എത്തിയപ്പോഴേക്കും വിശപ്പും ക്ഷീണവും കാരണം വലഞ്ഞു. ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിൽ കണ്ട സുപരിചിതമായ രൂപം എനിക്ക് അങ്ങേയറ്റത്തെ ആഹ്ലാദവും അളവറ്റ ആവേശവും പകർന്നു. എനിക്ക് പ്രിയങ്കരനായ ബാബാജിയെ കണ്ടയുടനെ എൻ്റെ ക്ഷീണവും വിശപ്പും എന്നിൽ നിന്നും തൽക്ഷണം ചോർന്നുപോയി. അദ്ദേഹത്തിൻ്റെ പാദസ്പർശനത്തിനു വേണ്ടി ഞാൻ മുന്നോട്ട് കുതിച്ചു. അദ്ദേഹം എന്നെ സ്നേഹപൂർവ്വം ഗാഠം പുണർന്നുകൊണ്ട് പറഞ്ഞു, ബ്രഹ്മചാരി മഹാരാജ്, ആദ്യം ഭക്ഷണമാകാം. രുചികരമായ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ക്ഷേത്ര സമുച്ചയത്തിലേക്ക് പ്രവേശിച്ചു. 150 വർഷം മുമ്പാണ് ആ ക്ഷേത്രം റാണി റാസ്മണി പണിയിച്ചത്. ഒരു ഭാഗത്ത് ഒരു ചെറിയ ഗോപാലകൃഷ്ണ ക്ഷേത്രം ഉണ്ട്. പ്രധാന ക്ഷേത്രം ഭദ്രകാളിയുടേതാണ്. ക്രോധവും ക്രൗരവും മുഖത്ത് കളിയാടുന്ന മുഖമാണ് ഭദ്രകാളിയുടേത്. ദേവി യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ഊർജത്തിൻ്റെ പ്രതീകമാണ്, വിശുദ്ധ ശക്തിയാണ്. എന്നാൽ അതിൻ്റെ സ്ഫോടകാത്മക രൂപമാണ് ഈ വിധത്തിൽ കാണുന്നത്. ദേവാലയത്തിന് ഉള്ളിലേക്ക് കടക്കുമ്പോൾ വലതുഭാഗത്ത് 12 ലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അവ 12 ജ്യോതിർലിംഗങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ശിവന്റെ പത്നിയാണ് ഭദ്രകാളി. പ്രധാന കവാടം കടന്ന് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ച ഉടനെ ഞാൻ കോൾമയിർ കൊണ്ടു. എന്നിൽ എന്തോ ഭാവമാറ്റം സംഭവിച്ചതായി അനുഭവപ്പെട്ടു. സാധാരണ കാണാത്ത രീതിയിലുള്ള ഗൗരവഭാവത്തോടെ ബാബാജി പ്രധാന ക്ഷേത്രമായ ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് നോക്കുകയായിരുന്നു. അന്ന് ഒരു സാധാരണ ദിവസമായതിനാൽ ദർശനത്തിനെത്തിയവരുടെ നീണ്ട നിര ഇല്ലായിരുന്നു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഞങ്ങൾ പടികൾ കയറി രൗദ്രഭാവത്തിലുള്ള ജഗദംബയെ ദർശിച്ചു. ദക്ഷിണേശ്വര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഭദ്രകാളിയുടെ രൂപം അത്യന്തം ഭയാനകമാണ്. തന്ത്രശാസ്ത്രത്തിൽ പ്രതിപാദിതമായ ദശമഹാവിദ്യകൾ എന്ന് വിളിക്കപ്പെടുന്ന 10 മഹാശക്തികളിൽ ഒന്നിനെയാണ് അവിടെ പ്രതീകാത്മകമായി പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതിൻ പ്രകാരം ദേവിയുടെ നിറം കറുപ്പാണ്. ഭയാനകമായ നേത്രങ്ങളിൽ ക്രോധം ജ്വലിച്ചു നിൽക്കുന്നു. വായിൽ നിന്നും പുറത്തേക്ക് വീണുകിടക്കുന്ന നാവിൽ നിന്നും രക്തം ഉതിർന്ന് വീണുകൊണ്ടിരിക്കുന്നു. താഴോട്ട് വീണുകിടക്കുന്ന കട്ടിയുള്ള തലമുടി കാറ്റിൽ പറന്നുകൊണ്ടിരിക്കുന്നു. നഗ്നയായ ദേവിയുടെ ശരീരത്തെ മറയ്ക്കുന്നത് മുറിച്ചു മാറ്റപ്പെട്ട ശിരസുകൾ കോർത്ത ഹാരവും മനുഷ്യകരങ്ങൾ തുന്നിയുണ്ടാക്കിയ പാവാടയുമാണ്. ദേവി ചതുർഭുജയാണ്. ദേവിയുടെ ഒരു കൈ താഴോട്ട് പിടിച്ചിരിക്കുന്നു. മറ്റേ കൈ വരം നൽകാനായി മേൽപോട്ട് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. മൂന്നാമത്തെ കൈയിൽ ഇരിക്കുന്ന വാളിൽ നിന്നും രക്തം ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുന്നു. 4ാമത്തെ കരത്തിൽ രക്തം വാർന്നൊഴുകുന്ന ഛേദിച്ച മനുഷ്യ ശിരസാണ്. ക്രൂധയായ ദേവി രൗദ്രഭാവത്തിൽ തൻ്റെ മുൻപിൽ നിഷ്ക്രിയനായി കമിഴ്ന്നു കിടക്കുന്ന ശിവന്റെ നെഞ്ചിൽ ഒരു കാലൂന്നിക്കൊണ്ട് മറ്റേ കാല് നൃത്ത മുദ്രയിൽ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു. ആകെക്കൂടി രക്തപങ്കിലമായ രൂപമായിരുന്നു ദേവിയുടേത്. എൻ്റെ ദൃഷ്ടികൾ ദേവിയിൽ നിന്നും പതിച്ചയുടനെ എന്നിൽ എന്തോ അസാധാരണമായി സംഭവിച്ചു. എൻ്റെ നട്ടെല്ലിന് താഴെ സുപ്താവസ്ഥയിൽ നിഷ്ക്രിയമായി കിടക്കുന്ന ജ്വലിക്കുന്ന ഊർജത്തെ സജീവമാക്കി മുകളിലോട്ട് പ്രവഹിപ്പിക്കാൻ ബാബാജി എന്നെ അഭ്യസിപ്പിച്ചിരുന്നു. പ്രസ്തുത ഊർജം സ്വമേധയാ ശിരസിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങി. എൻ്റെ നട്ടെല്ലിനുള്ളിലൂടെ പ്രവഹിക്കാൻ തുടങ്ങിയപ്പോൾ ശരീരത്തിലാകെ വ്യക്തമായ കമ്പനം അനുഭവപ്പെട്ടു. പ്രവാഹം മൂർധാവിൽ എത്തിയപ്പോൾ അത് മഴവില്ലിൻ്റെ വർണ്ണങ്ങളായി ചിന്നിച്ചെതറി. ഞാൻ വിലപിച്ചുകൊണ്ട് താഴെ വീണു. ഞാൻ ഉണർന്നപ്പോൾ ക്ഷേത്രത്തിന് മുൻവശത്തുള്ള ഡാൻസ് ഹാളിൻ്റെ ഒരു മൂലയിൽ ബാബാജിയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. അദ്ദേഹം എൻ്റെ ശിരസിൽ മന്ദം മന്ദം തലോടിക്കൊണ്ട് പറഞ്ഞു, നിനക്ക് താങ്ങാൻ കഴിയുന്നതിനും അധികമായിപ്പോയി. ശരീരത്തിന് അതിൻ്റെ ശക്തിയായ സ്വാധീനത്തെ താങ്ങാനുള്ള കഴിവില്ല. എന്തായാലും ഞാൻ കൂടെ ഉണ്ടായിരുന്നത് നന്നായി, അല്ലാത്ത പക്ഷം ഭ്രാന്ത് പിടിച്ചേനെ. ആനന്ദാതിരേകത്താൽ എൻ്റെ ശരീരം മുഴുവൻ കമ്പനം അനുഭവപ്പെട്ടു. ഇതുപോലെയുള്ള ഒരനുഭവം മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, എല്ലാം ശരിയാകും, നീ ഇപ്പോൾ എണീറ്റ് നിൽക്കൂ, നമുക്ക് ചുറ്റും നടന്ന് കാണാം.
ഞങ്ങൾ ദേവാലയ സമുച്ചയം ചുറ്റി നടന്നു കാണാൻ തുടങ്ങി. അനുഭവിച്ചു കൊണ്ടിരുന്ന ആനന്ദം കുറഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങൾ പ്രസിദ്ധമായ ഗോപാലകൃഷ്ണ ക്ഷേത്രം ദർശിച്ചു. കൃഷ്ണൻ്റെ ചെറിയ വിഗ്രഹമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒരിക്കൽ പൂജാരി വിഗ്രഹം കുളിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ വിഗ്രഹം കയ്യിൽ നിന്നും താഴെ വീഴുകയും ഒരു കാൽ ഒടിയുകയും ചെയ്തു. ധർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതേപ്പറ്റി ചർച്ച ചെയ്യുകയും പ്രസ്തുത വിഗ്രഹത്തെ ആരാധിക്കുന്നത് അശുഭകരമാണെന്ന് വിധിക്കുകയും ചെയ്തു. ക്ഷേത്രം സ്ഥാപിച്ച റാണി റാസ്മണി കാളിക്ഷേത്രത്തിലെ യുവ പൂജാരിയും പുണ്യാത്മാവുമായ ഗദാധര ചതോപാധ്യായുമായി. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന പേര് നൽകിയത്. ഈ വിഷയത്തെപ്പറ്റി ആലോചിക്കാമെന്ന് കരുതി. യുവാവായ ശ്രീരാമകൃഷ്ണൻ ഇത്രമാത്രം പറഞ്ഞു: ഇവിടെയുള്ള പണ്ഡിതന്മാരുടെ പാണ്ഡിത്യമൊന്നും എനിക്കില്ല. എങ്കിലും ഞാനൊന്ന് ചോദിക്കട്ടെ. റാണിയുടെ മരുമകൻ നിലത്ത് വീണ് ഒരു കാൽ ഒടുകയാണെങ്കിൽ അദ്ദേഹത്തെ ഗംഗയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പകരം മറ്റൊരാളെ സ്വീകരിക്കുമോ? അതിരിക്കട്ടെ, ബിംബത്തിൻ്റെ ഒടിഞ്ഞ കാല് ഞാൻ ശരിപ്പെടുത്താം. പൊട്ടൽ ആരും തിരിച്ചറിയുകയില്ല. എല്ലാം മഹതി തീരുമാനിക്കുന്നത് പോലെ. ശ്രീരാമകൃഷ്ണൻ തന്നെ അത് ശരിയാക്കി പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇന്നും ആ മൂർത്തിയാണ് ആരാധിക്കപ്പെടുന്നത്. ഞങ്ങൾ 12 ലിംഗങ്ങൾ ദർശിക്കുകയും അവയെ പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തു. 12 ലിംഗങ്ങളും സർവേശ്വരനും സർവമംഗളദായകനുമായ സദാശിവൻ്റെ പ്രതീകങ്ങളാണ്. ഞങ്ങൾ ക്ഷേത്ര സമുച്ചയത്തിൽ നിന്നും പുറത്തിറങ്ങി. പിന്നീട് ഞങ്ങൾ നേരെ പോയത് ശ്രീരാമകൃഷ്ണൻ തൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും ചെലവഴിച്ചിരുന്ന ചെറിയ മുറിയിലേക്കായിരുന്നു. സ്വാമി വിവേകാനന്ദൻ ഉൾപ്പെടെ പിൽക്കാലത്ത് അതിപ്രശസ്തരായി തീർന്നവർ ആ മുറിയിൽ എത്രയോ പ്രാവശ്യം വന്നിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ നാമം നരേന്ദ്രനാഥ ദത്ത എന്നായിരുന്നു. ഭൈരവി ബ്രാഹ്മണി, ഗോപാൽ മാ, തോത്താപുരി തുടങ്ങിയ സാധുകരും സത്യാന്വേഷികളും ഈ മുറിയിൽ ശ്രീരാമകൃഷ്ണ പരമഹംസനോടൊപ്പം വളരെ സമയം ചെലവഴിച്ചിട്ടുണ്ട്. എൻ്റെ ശരീരത്തിന് വീണ്ടും കപനം അനുഭവപ്പെട്ടു. കണ്ണുനീർ അനവരതം ഒഴുകാൻ തുടങ്ങി. ഞാൻ ബാബാജിയോടൊപ്പം ശ്രീരാമകൃഷ്ണ പരമഹംസൻ ശയിച്ചിരുന്ന കട്ടിലിന് സമീപം ഇരുന്നു. കണ്ണടച്ചു കൊണ്ടിരുന്ന ഞാൻ വീഡിയോവിൽ കാണുന്നത് പോലുള്ള ദൃശ്യങ്ങൾ കണ്ടു. ഗുരുവും ശിഷ്യന്മാരും കളിതാമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു. അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഏറെ സമയം കഴിഞ്ഞ് ബാബാജിയുടെ ശബ്ദം കാതിൽ വീണു: നമുക്ക് പോകാം. 2 പേരും പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് വരാന്തയ്ക്ക് സമീപം നിന്നു. ഈ വരാന്തയിൽ വെച്ചാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഒരു വേശ്യയുടെ പാദങ്ങളിൽ നമസ്കരിച്ചത്. അദ്ദേഹം പറഞ്ഞു: അല്ലയോ ജഗന്മാതാവായ കാളി, നീ എത്ര മനോഹരിയാണ്. നീ 10,000-കണക്കിന് രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. പിന്നീട് ഞങ്ങൾ സഹാബത്ത് സന്ദർശിച്ചു. അവിടെയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ പത്നിയായ വിശുദ്ധ മാതാവ് ശാരദാദേവി താമസിച്ചുകൊണ്ട് ഭർത്താവിനു വേണ്ടിയുള്ള ഭക്ഷണം തയ്യാറാക്കിയിരുന്നത്. അവിടെ നിന്നും ഞങ്ങൾ ഗംഗാതീരത്തേക്ക് പോയി. ബാബാജി എനിക്ക് പഞ്ചവടി തോട്ടം കാണിച്ചു തന്നു. അവിടെ വെച്ചായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസൻ താന്ത്രിക വിദ്യാധ്യാപികയായ ഭൈരവി ബ്രാഹ്മണിയുടെ മാർഗദർശത്വത്തിൽ താന്ത്രികാനുഷ്ഠാനങ്ങൾ അഭ്യസിച്ചത്. കുണ്ടലിനി ദീക്ഷയും അവരിൽ നിന്നാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഭൈരവി ബ്രാഹ്മണി ശ്രീരാമകൃഷ്ണ പരമഹംസനെ അല്പമെങ്കിലും ആഹാരം കഴിക്കാൻ വേണ്ടി അനുനയിപ്പിക്കുന്നത് ഞാൻ നേരിൽ കണ്ടിട്ടുണ്ടെന്ന് ബാബാജി എന്നോട് പറഞ്ഞു. കുറച്ചു കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നുവെങ്കിൽ ബാബാജിക്ക് എങ്ങനെ കാണാൻ കഴിഞ്ഞുവെന്ന് ചോദ്യം ചെയ്യാമായിരുന്നു. കാഴ്ചയിൽ ബാബാജിക്ക് 30 വയസ്സേ തോന്നിച്ചിരുന്നുള്ളൂ. എന്നാൽ എനിക്ക് പിന്നീട് സമയം, സ്ഥലം എന്നിവയെ സംബന്ധിക്കുന്ന പരമ്പരാഗതമായ സങ്കല്പങ്ങളുടെ നിർദ്ധകത ബോധ്യമായി. ഭൈരവി ബ്രാഹ്മണി ബനാറസിലെ നഗ്നസന്യാസിയായ ത്രൈലംഗ സ്വാമിയുടെ ശിഷ്യയാണെന്ന് ബാബാജി പറഞ്ഞു. അവർ ആധ്യാത്മികമായി വളരെ ഉന്നതി പ്രാപിച്ച ഒരു യോഗിനി ആയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഒരു സാധാരണ സാധകനല്ലെന്നും ഒരു തരത്തിലുള്ള അവതാരപുരുഷനാണെന്നും യോഗിനി വിശ്വസിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് ഒരു രസകരമായ കഥ ബാബാജി എനിക്ക് പറഞ്ഞു തന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസനെ ഔപചാരികമായി ഒരു അവതാരപുരുഷൻ എന്ന് പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി ഭൈരവി ബ്രാഹ്മണി മതപണ്ഡിതരുടെ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി.
ഭൂരിപക്ഷം പണ്ഡിതന്മാരും ശ്രീരാമകൃഷ്ണന് അസാധാരണമായ കഴിവുകൾ ഉണ്ടെന്നും ഒരു അവതാര പുരുഷന് വേണ്ടുന്ന പല ഗുണങ്ങളും അദ്ദേഹത്തിനുണ്ടെന്നും അഭിപ്രായപ്പെട്ടു. ഒടുവിൽ അവർ ശ്രീരാമകൃഷ്ണ പരമഹംസനോട് തന്നെ ഈ വിഷയത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന് ആരായാൻ തീരുമാനിച്ചു. അതിന് ഏതാനും ദിവസം മുമ്പ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ അർദ്ധസമാധിയുടെ അവസ്ഥയിലായിരുന്ന സമയത്ത് ക്ഷേത്രത്തിന് സമീപം കാൽ വഴുതി വീഴുകയും വീഴ്ചയിൽ ഒരു കൈക്ക് ഒടിവ് സംഭവിക്കുകയും ചെയ്തു. തീരുമാനമെടുക്കാനുള്ള സമിതിക്ക് മുമ്പാകെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ തൻ്റെ ഒടിഞ്ഞ കൈയും കെട്ടിത്തൂക്കി ഹാജരായി. സമിതി അദ്ദേഹത്തോട് അഭിപ്രായം ആരാഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശാസ്ത്രങ്ങളിൽ ഈ വിഷയത്തെപ്പറ്റി എന്താണ് പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ എന്നെ ഒരു അവതാരമാണെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് പറയാം. ഇത് ഒടിഞ്ഞ കൈയും കെട്ടിത്തൂങ്ങിയുള്ള ആദ്യത്തെ അവതാരമായിരിക്കും. എന്തായാലും ഭൈരവി ബ്രാഹ്മണി ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഒരു അവതാരം തന്നെയാണെന്ന് ഉറച്ചു വിശ്വസിച്ചു. ഞാൻ ബാബാജിയോട് ചോദിച്ചു, ഈ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? അതെ, അദ്ദേഹം അവതാരം തന്നെയാണ്. ദക്ഷിണേശ്വരത്ത് നിന്ന് ഒരു തോണിയിൽ കയറി രാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനമായ ബേലൂർ മഠത്തിലേക്ക് പോയി. ധാരാളം മരങ്ങളുള്ള അനേകം ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന ബേലൂർ മഠത്തിൽ ഏതു സമയത്തും ഏകദേശം 200ഓളം സന്യാസിമാരും ബ്രഹ്മചാരികളും ഉണ്ടായിരിക്കും. മഠം പല ബ്ലോക്കുകളായി തിരിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും മനം കവരുന്ന കെട്ടിടം ശ്രീരാമകൃഷ്ണ ക്ഷേത്രമാണ്. ക്ഷേത്രം പണിയിച്ചിരിക്കുന്നത് ബ്രൗൺ നിറത്തിലുള്ള കല്ലും ഗ്രാനൈറ്റും കൊണ്ടാണ്. മാർബിൾ കൊണ്ടുള്ള തറയും അത്യാകർഷകമായ കുംഭഗോപുരങ്ങളും ക്ഷേത്രത്തിന് ഭംഗി പകരുന്നു. വാസ്തു നിർമ്മാണ കല ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ അത്ഭുതകരമായ സംഭാവന നൽകിയിരിക്കുന്നു. ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിൽ വെണ്ണക്കല്ലിൽ നിർമ്മിച്ച ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ പ്രതിമ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ചമ്മറം പണിഞ്ഞ് സമാധിയിലിരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ ഇരിക്കുന്ന പീഠത്തിന് താഴെയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അസ്ഥിയും ചിതാഭസ്മവും സ്വാമി വിവേകാനന്ദൻ തന്നെയാണ് ശിരസിൽ വഹിച്ചു കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിച്ചത്. അതിനുശേഷം ഞങ്ങൾ നദീതീരത്തിലുള്ള ചില ആരാധനാലയങ്ങളിൽ പോയി. ഈ ആരാധനാലയങ്ങളിലാണ് സ്വാമി വിവേകാനന്ദൻ ഉൾപ്പെടെയുള്ള ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ശിഷ്യന്മാരുടെയും വിശുദ്ധ മാതാവായ ശാരദാദേവിയുടെയും ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ബാബാജി എന്നെ അടുത്തുള്ള ഒരു കെട്ടിടത്തിൻ്റെ 1ാം നിലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ബാൽക്കണിയിൽ നിന്നാൽ ഗംഗാനദി കാണാം. ബാൽക്കണിയിലേക്ക് തുറക്കുന്ന ജനലയിലൂടെ സുസജ്ജവും മനോഹരവുമായ ഒരു ശയനമുറി കണ്ടു. ഈട്ടിത്തടി കൊണ്ടുള്ള ഒരു വലിയ കട്ടിലും മനോഹരമായ ഒരു മേശയും വൃത്താകൃതിയിലുള്ള കണ്ണാടിയോട് കൂടിയ ഒരു ഡ്രസ്സിംഗ് ടേബിളും ഒരു സോഫായും റൈറ്റിംഗ് ടേബിളും കുഷനുള്ള കസേരയും നിലത്ത് തുർക്കി കമ്പിളി പുതപ്പും കിടക്കുന്നത് കണ്ടു. ഞാൻ മുറിയുടെ വാതിൽ ഏതു ഭാഗത്താണെന്ന് അന്വേഷിച്ചു. അത് വലതുവശത്തായിരുന്നു, പക്ഷേ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. വാതിലിന് മുകളിൽ വിവേകാനന്ദന്റെ മുറി എന്ന് എഴുതിയ ബോർഡ് തൂക്കിയിട്ടിരിക്കുന്നു. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അനേകം വാദ്യോപകരണങ്ങൾ മുറിയുടെ ഒരു മൂലയിൽ കൂട്ടിയിട്ടിരുന്നു. മറ്റൊരു മൂലയിൽ അദ്ദേഹത്തിൻ്റെ മനോഹരമായ വാക്കിംഗ് സ്റ്റിക്കും തുകൽ ചെരുപ്പുകളും ബ്രീഫ് കേസും സൂക്ഷിച്ചു വച്ചിരുന്നു. ഇത്രയും ആഡംബരപൂർണമായ അന്തരീക്ഷത്തിൽ സ്വാമി വിവേകാനന്ദനെ പോലെയുള്ള ഒരു സന്യാസിക്ക് എങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞുവെന്ന് ആലോചിച്ച് ഞാൻ അത്ഭുതപ്പെട്ടു. അന്നേരം മൗനം ഭഞ്ജിച്ചുകൊണ്ട് ബാബാജി പറഞ്ഞു, ആന്തരികമായും ബാഹ്യമായും സ്വാമിജി ഒരു രാജയോഗിയാണ്. ഈ ദൃശ്യപ്രപഞ്ചത്തിൽ കാണുന്നതിൻ്റെയൊക്കെ അധിപൻ ആണ് അദ്ദേഹം. യോഗികൾ എങ്ങനെ ജീവിക്കുന്നു എന്നതും ഓരോ കാര്യത്തിലും അവർ എങ്ങനെ ഇടപെടുന്നു എന്നതും അവരുടെ ജീവിത ലക്ഷ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. ബാഹ്യമായി കാണുന്നതിനല്ല പ്രാധാന്യം കൽപ്പിക്കപ്പെടേണ്ടത്, മറിച്ച് അവരുടെ മനോഭാവമാണ് മുഖ്യമായിട്ടുള്ളത്. അദ്ദേഹം വളരെ പ്രശസ്തനായി തീർന്നതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ബാഹ്യമായ ജീവിതം ശ്രദ്ധിക്കപ്പെട്ടത്, വിശേഷിച്ചും ബേലൂർ മഠം നിർമ്മിച്ചതിന് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അതിനു മുമ്പ് ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന് എണ്ണമറ്റ യാതനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ അദ്ദേഹം വലഞ്ഞിട്ടുണ്ട്.
അതിനുശേഷവും ഒരു കമണ്ഡലവുമായി ഒരിക്കൽ കൂടി സന്യാസിയുടെ വേഷം ധരിച്ച് അലഞ്ഞു നടന്നിട്ടുണ്ട്. നിസ്വനായി സഞ്ചരിച്ചു. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. ഒരു കാര്യം കൂടി മനസ്സിലാക്കൂ. ജനകൻ വിദേഹ രാജ്യത്തിലെ രാജാവായിരുന്നു. എന്നിട്ടും അദ്ദേഹം ഒരു ഋഷിയായിരുന്നു, രാജർഷിയായിരുന്നു. നീയും ഒരു രാജർഷിയായി ജീവിക്കണം. ഞാൻ എതിർത്തുകൊണ്ട് പറഞ്ഞു, ബാബാജി, ഞാൻ ജീവിതത്തിൽ പലതും ഇഷ്ടപ്പെടുന്നു. നല്ല കാറുകൾ ഓടിക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നിരുന്നാലും ഹിമാലയത്തിൽ ആരുടെയും സംരക്ഷണം കൂടാതെ അലഞ്ഞു നടക്കാൻ അങ്ങ് എന്നെ അനുവദിക്കുകയാണെങ്കിൽ അതായിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടം. ബാബാജി പറഞ്ഞു, മിതത്വം പാലിച്ചാൽ എല്ലാം നല്ലത് തന്നെ. വണ്ടി ഓടിക്കുമ്പോൾ വേഗം കൂടുന്നുണ്ട്, ശ്രദ്ധ വേണം. ബേലൂർ മഠത്തിലെ ട്രെയിനിങ് ഹാളിലിരുന്ന് ഞങ്ങൾ രണ്ടുപേരും രുചിയുള്ള ഭക്ഷണം കഴിച്ചു. അതിനുശേഷം മുൻവശത്തുള്ള പ്രധാന കവാടത്തിലേക്ക് നടന്നു. പ്രധാന കവാടത്തിന് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ബാബാജി എൻ്റെ കയ്യിൽ കുറച്ച് പണം തന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ നീ വീട്ടിലേക്ക് മടങ്ങിപ്പോകണം. ഇനിയും ഒരു അവസരം ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കണം. നീ വീണ്ടും ബേലൂർ മഠത്തിൽ വരികയും ഏറെ നാളുകൾ ഇവിടെ തങ്ങുകയും ചെയ്യും. ഇത്രയും പറഞ്ഞിട്ട് ബാബാജി നടന്നകന്നു. ഞാൻ മടങ്ങി വരും എന്ന് അദ്ദേഹത്തിൻ്റെ പ്രവചനം കുറേ വർഷം കഴിഞ്ഞ് സത്യമായി ഭവിച്ചു. ഞാൻ വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ ഭുവനേശ്വറും പുരിയും സന്ദർശിച്ചു. ജഗന്നാഥ ക്ഷേത്രത്തിൽ വച്ച് അഭൂതപൂർവമായ ആധ്യാത്മികാനുഭൂതിക്ക് വശംവദനായ ഞാൻ ഏതോ ചേതോവികാരത്താൽ തറയിലിരുന്നു. ആ സമയത്ത് എൻ്റെ കൺമുമ്പിലൂടെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങൾ കടന്നുപോയി. നീതായ്, ഗൗരംഗ എന്ന യുവാക്കൾ ഇലത്താളങ്ങളുടെയും ചെണ്ടയുടെയും മേളത്തിനൊത്ത് ജഗന്നാഥിന് മുമ്പിൽ ആനന്ദ നൃത്തം ചെയ്യുന്നത് കണ്ടു. ഞാൻ ചൈതന്യ മഹാപ്രഭുവിൻ്റെ വാസസ്ഥലം സന്ദർശിച്ചു. കടൽക്കരയിൽ ഒരു ചെറിയ സ്ഥലത്തായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉറ്റ സുഹൃത്തും ശിഷ്യനുമായിരുന്ന ഹരിദാസ് പ്രഭുവും താമസിച്ചിരുന്നു. ഹരിദാസ് പ്രഭു ജന്മം കൊണ്ട് മുസൽമാൻ ആയിരുന്നു. അതിനാൽ അദ്ദേഹത്തിന് ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രവേശനം നിഷേധിക്കുകയുണ്ടായി. ചൈതന്യ മഹാപ്രഭു ക്ഷേത്രദർശനം കഴിഞ്ഞ് നിത്യവും ഹരിദാസ് പ്രഭുവിൻ്റെ വസതി സന്ദർശിച്ചിരുന്നു. ഹരിദാസ് പ്രഭു ജീവിതത്തിൻ്റെ അന്ത്യനിമിഷത്തിൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ പാദങ്ങൾ തൻ്റെ നെഞ്ചിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഹരി ഹരി എന്ന് ഉരുവിട്ടുവെന്ന് പറയപ്പെടുന്നു. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിച്ചു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം. ഹരി ഓം.